നേരിട്ട് നടക്കുന്ന സ്ഥാപനങ്ങളിലെ കുട്ടികളിൽ പകുതിയിലേറെ കുട്ടികൾക്കും വഹാബി മനസ്സാണ് എന്ന് ആ സ്ഥാപനവുമായി ബന്ധപ്പെട്ട ഒരാൾ കഴിഞ്ഞ ആഴ്ച എന്നോട് പറഞ്ഞു. സമസ്ത നേരിട്ട് നടത്തുന്ന ഒരു മതവിദ്യാലയത്തിലെ ഒരു ഉന്നതമായ മതവിദ്യാലയത്തിലെ പകുതിയിലേറെ കുട്ടികൾക്കും വഹാബി മനസ്സാണ് ഉള്ളത് എന്ന് ദൈനംദിനം ആ സ്ഥാപനത്തോട് ബന്ധപ്പെടുന്ന ഒരാൾ എന്നോട് പറഞ്ഞു. എന്തുകൊണ്ട് ചേഞ്ച് വന്നു? അധ്യാപകന്മാർ, പ്രൊഫസർമാർ പക്ക വഹാബികളായ പ്രൊഫസർമാരാണ് ആ സ്ഥാപനത്തിലുള്ളത്. അടുത്ത സമസ്തയുടെ പ്രസിഡന്റ് ഒരു വഹാബി റബ്ബർ സ്റ്റാമ്പായിരിക്കും. അതിനുശേഷമുള്ള പ്രസിഡന്റ് പക്ക വഹാബി ആയിരിക്കും. നിങ്ങൾ എഴുതി വെച്ചോളൂ. ഇജാരാത് പറയാൻ ഞാൻ റഹ്മത്തുള്ള, എൻ്റെ പേര് റഹ്മത്തുള്ള. സമസ്ത കേരള ജമിയത്തുൽ ഉലമയുടെ സുന്നിയായ അവസാനത്തെ പ്രസിഡന്റ് ജിഫ്രി മുത്തുക്കോയ തങ്ങളായിരിക്കും. അടുത്ത പ്രസിഡന്റ് റബ്ബർ സ്റ്റാമ്പായിരിക്കും, ഒരു സ്വഹാബി, പിന്നെ പക്ക വഹാബി. ഈ സാധന നാട്ടിലുണ്ടാവില്ല. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബഹുമാനമുള്ളവരെ, ഇവിടെ നമ്മുടെ റഹ്മത്തുള്ള കാസിമി പറഞ്ഞ കാര്യം സമസ്ത കേരള ജമിയത്തുൽ ഉലമായുടെ അവസാനത്തെ സുന്നി അധ്യക്ഷനാണ് ജിഫ്രി മുത്തുക്കോയ തങ്ങൾ എന്നാണ് അദ്ദേഹം പറഞ്ഞത്. അതിൻ്റെ ശേഷം വരുന്നവർ വഹാബികളായിരിക്കും എന്നാണ്. കാരണം ഇവിടെ ബഹുമാനപ്പെട്ട ജിഫ്രി മുത്തുക്കോയ തങ്ങൾ ഇടയ്ക്കിടയ്ക്ക് കറാമത്ത് പറയാറുണ്ട്. ശംസുൽ ഉലമ പറക്കുന്നു എന്ന് പറഞ്ഞ കറാമത്ത്, CM മടവൂരിൻ്റെ കറാമത്ത്, ഔലിയാക്കന്മാരെ കറാമത്തുകൾ പറയും. ഉള്ള കറാമത്തുകൾ പറയണം, വെറുതെ കറാമത്ത് പറഞ്ഞ് നടക്കരുത് എന്നാണ് പറയേണ്ടത്. ഇവിടെ ഇദ്ദേഹം പറഞ്ഞത് ജിഫ്രി മുത്തുക്കോയ തങ്ങളാണ് അവസാനത്തെ സുന്നി അധ്യക്ഷൻ സമസ്തയുടെ. അപ്പോൾ അതിനുശേഷം വരുന്നവർ വഹാബികളാണെന്ന്. നേരിട്ട് വഹാബികൾ വരുമെന്നല്ല, വഹാബി ചിന്താഗതിയുള്ളവർ വരുമെന്നാണ് പറഞ്ഞാൽ. ഇദ്ദേഹത്തിന് കൊതിയാണ്. ഇദ്ദേഹം ഒരുപാട് കറാമത്തുകൾ പറയാറുണ്ട്. CM മടവൂരിൻ്റെ കറാമത്ത്, അതുപോലെ ഔലിയാക്കന്മാരെ ഒരുപാട് കറാമത്തുകൾ അദ്ദേഹം പറയുന്നു. ഇദ്ദേഹം തള്ളി പറയാൻ തുടങ്ങിയത് കുറച്ച് കാലമായി നിങ്ങൾക്കറിയാം. അതുപോലെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നൗഷാദ് അഹ്സനി പറഞ്ഞ കാര്യവും അദ്ദേഹം ശരിയാണെന്ന് ശരിവെക്കുന്നു. അദ്ദേഹം പറഞ്ഞത് ശരിയാണ്. ഒരു റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒരു സ്ത്രീലമ്പടനാക്കിയ ഒരു കാര്യം, ഒരു ഭാര്യവും ഭർത്താവും ഇങ്ങനെ നടന്നു പോകുമ്പോൾ അവിടെ നിൽക്കട്ടെ എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആഗ്രഹിച്ച് പറഞ്ഞാൽ അത് നടത്തി കൊടുക്കണം, അത് നടന്നേ തീരുമെന്നാണ്. അദ്ദേഹം ഭർത്താവ് അങ്ങനെ പോയിക്കൊള്ളണം, ആ സ്ത്രീയെ റസൂലുള്ളാഹി കെട്ടുമെന്നാണ്. അതാണ് നബിമാരുടെ ശൈലി എന്നാണ് അദ്ദേഹം പറഞ്ഞത്. നൗഷാദ് ഹസനി പറഞ്ഞത് അതാണ്. അതിനെ ഇദ്ദേഹം ശരിവെച്ചിട്ടുണ്ട്, ശരിയാണ് എന്ന് പോലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇദ്ദേഹം തള്ളി പറയാൻ തുടങ്ങി കുറച്ച് കാലമായി. അതുപോലെ മഹദി ഇമാമിനെയും മദീനത്തെ കാര്യത്തിലും ഒരുപാട് കാര്യങ്ങൾ സുന്നി പണ്ഡിതന്മാരെ തള്ളി പറയുക, പാലക്കാട് തങ്ങന്മാരെ പറയുക. മൊത്തത്തിൽ ഇദ്ദേഹത്തിന് ആരെയും അടുക്കാൻ പാടില്ല. പാലക്കാട് തങ്ങന്മാരാണ് കൂടുതൽ ഇദ്ദേഹത്തിന് ഒരു നോട്ടമുള്ളത്. എവിടെ പോയാലും എന്ത് ചെയ്താലും ഇദ്ദേഹം കച്ചകെട്ടിയിറങ്ങി പറയാൻ തുടങ്ങും, തെറി പറയാൻ തുടങ്ങും. തങ്ങന്മാർ ആണെന്ന് ഞാൻ ശരിക്കും പറയുക തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് അദ്ദേഹം പറയാറുണ്ട്. ഇപ്പോൾ ഇതാണ് പറയുന്നത്. കാരണം നമ്മുടെ മറുവശത്തുള്ള സമസ്തയുടെ ആൾക്കാർ ഒരു 75-80% വരെ എല്ലാവരും കറാമത്ത് കച്ചവടക്കാരാണ്. നിങ്ങൾക്കറിയാം. ഒരുപാട് കറാമത്ത് ഉള്ളത് പറയല്ല, ഇല്ലാത്ത കറാമത്താണ് ഉള്ളത്, പറയേണ്ട ആവശ്യമില്ല.
കറാമത്ത് പറയണമെന്നാണ് അദ്ദേഹത്തിൻ്റെ വാദം. അപ്പോൾ ഇവിടെ 80% വരെ അതിനേക്കാൾ കൂടുതൽ കറാമത്ത് പറയുന്നവരാണ് ഇവിടെ ഉള്ളത് നമ്മുടെ പുതിയ സമസ്തയിൽ. അപ്പോൾ അവിടെ പഴയ സമസ്തയിൽ കറാമത്ത് പറയുന്നവർ ഒറ്റ ആളാണ് കാണുന്നത്, ജഫ്രി തങ്ങൾ മാത്രമാണ്. ജഫ്രി മുത്തുക്കോയ തങ്ങൾ പറയുന്നു, പിന്നെ കുറച്ച് ആൾ പറയും, എങ്കിലും ശ്രദ്ധയിൽപ്പെടുന്നത് ജഫ്രി മുത്തുക്കോയ തങ്ങളത് മാത്രമാണ്. പിന്നെ ഒരുപാട് നവാസ് മന്നാനിയെ പോലെ, അതുപോലെ സിറാജുദ്ദീൻ കാസിമിയെ പോലെ, ഇതുപോലെയുള്ള വലിയ വലിയ പണ്ഡിതന്മാർ, നൗഷാദ് ബാക്കവി പോലെ, ഇവരെല്ലാം അള്ളാഹുവിനെ വിളിച്ചുകൊണ്ട് അള്ളാഹുവിൻ്റെ കാര്യത്തിൽ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാനുള്ള ഒരുപാട് പ്രഭാഷണം നമുക്ക് കിട്ടാറുണ്ട്. നമ്മളത് ചിലതും പല വീഡിയോകളിലും പെടുത്തിയതുമാണ്, നിങ്ങൾ കേട്ടവരാണ്. അവർ അള്ളാഹുവിലേക്ക് അടുപ്പിക്കാൻ ശ്രമിക്കുന്നതാണ്. പിന്നെ ഔലിയാക്കന്മാരെ സിയാറത്ത് ചെയ്യാൻ പാടില്ല എന്നോ ഔലിയാക്കന്മാരെ ബഹുമാനിക്കാൻ പാടില്ല എന്നോ അതൊന്നും അവർ പറയാറില്ല. അത് പറയേണ്ടതുമല്ല, അത് നമ്മൾ ബഹുമാനിക്കേണ്ട കാര്യമാണ്. പിന്നെ കറാമത്ത് പറഞ്ഞു നടന്നത് കൊണ്ട് കിട്ടാനൊന്നുമില്ല. കിട്ടുന്നവർക്ക് കിട്ടും. ഒരാൾ വീട് തന്നെ ഉണ്ടാക്കി കറാമത്ത് പറഞ്ഞ് CM മടവൂരിൻ്റെ ദുനിയവിയായ കാര്യമാണ്. ഇവിടെ ദീന് എന്ന് പറയുന്നത് നമുക്ക് ഉഖ്റവിയായ കാര്യമാണ്. മരണശേഷമുള്ള നല്ല മരണവും അതിൻ്റെ ശേഷമുള്ള ജീവിതത്തിന് വേണ്ടിയാണ് ഈ ദീനുള്ളത്. പിന്നെ ദീനിലുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ജീവിച്ച് കാണിച്ച ആ മാതൃക നമുക്ക് നമ്മുടെ ഈ ജീവിതത്തിൽ നമ്മൾ ഉൾപ്പെടുത്തേണ്ടതാണ്. ആ മാതൃക കണ്ട് ജീവിക്കേണ്ടതാണ്. ഇതൊന്നും പറയാതെ കറാമത്ത് പറയുന്നതിനെ മാത്രം അങ്ങോട്ട് നോക്കി, മറുവശത്ത് കറാമത്ത് പറയുന്നവർ ഒരുപാടുണ്ട്. ഇവിടെ ആരും പറയാറില്ല. ഇവർ അള്ളാഹുവിനെ വിളിച്ചും കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ കാര്യവും ഹദീസും എല്ലാം പറഞ്ഞ് പ്രസംഗിക്കാറുണ്ട്, പ്രഭാഷണം നടത്താറുണ്ട്. ജനങ്ങൾക്ക് ഈ കറാമത്തിനെ പറ്റി തന്നെ ഇങ്ങനെ പറഞ്ഞു നടക്കുന്നവർ ഈ ഭാഗത്ത് ഇല്ലാത്ത പോലെയാണ് കാണുന്നത്. ഇല്ല, ശരിക്കും ഇല്ല എന്ന് പറയാം. അതാണ് നമ്മുടെ ഒരുപാട് ബാക്കവിമാർ, ഹുദവിമാർ, ഇതാണ് സിംസറുൾക്ക് ഉദവി പോലെയുള്ള ഇതുപോലെയുള്ള ഒരുപാട് പണ്ഡിതന്മാർ ഞങ്ങളെല്ലാം സെർച്ച് ചെയ്ത് നോക്കാറുണ്ടല്ലോ. അതെല്ലാം കാണുമ്പോൾ ഇവിടെ കറാമത്ത് പറയുന്നത് ഒരു ഭാഗം മാത്രമാണ്. ആ ഭാഗത്തിൻ്റെ ആ സമസ്തയുടെ രീതിയിൽ നമ്മുടെ പഴയ സമസ്ത ഇല്ലാത്തത് കൊണ്ടാണ് ഇദ്ദേഹം ഇത്രയും കുറ്റപ്പെടുത്തുന്നത്. ഇവിടെ ഇത് വഹാബിസമാണ്. പിന്നെ നമ്മുടെ സമദാനിയെ ഒരു കാലത്ത് പറഞ്ഞു, പാലക്കാട് തങ്ങന്മാരെ പറഞ്ഞു. പാലക്കാട് തങ്ങൾ എവിടെ പോയി എന്ത് ചെയ്താലും എവിടെ പോയാലും അവർ ചെയ്യുന്നത്, പാലക്കാട് തങ്ങന്മാർ ചെയ്യുന്നത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മാതൃകയാണ്. എല്ലാവരെയും ചേർത്ത് പിടിച്ചാണല്ലോ നമ്മൾ പോകേണ്ടത്. നമ്മളിവിടെ ജീവിക്കുമ്പോൾ നമ്മുടെ ദീന് നമുക്ക്, നമ്മുടെ വിശ്വാസം നമുക്ക്. ബാക്കിയുള്ളവരെ ഇതര സമുദായക്കാരാണെങ്കിലും ആരാണെങ്കിലും നമ്മൾ അവരെ വിട്ട് അവരെ ദൂരീകരിച്ചു കൊണ്ട് ഇവിടെ ജീവിക്കാൻ പറ്റില്ല. അത് ജീവിത ശൈലിയുമല്ല, അത് റസൂലുള്ളാഹിൻ്റെ മാതൃകയുമല്ല. അതെല്ലാം ഇദ്ദേഹത്തിന് പോലും എല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. റസൂലുള്ളാഹിൻ്റെ മാതൃകമായി നമ്മൾ ജീവിക്കണമെങ്കിൽ എല്ലാവരും ചേർത്ത് പിടിച്ചാണ് നമ്മൾ ജീവിക്കേണ്ടത്. അവരുടെ ആചാരം മാത്രം നമ്മൾ ചെയ്യാൻ പാടില്ല എന്നല്ലാതെ മനുഷ്യരെല്ലാം ഒന്നാണ്. വിശ്വാസികളും അതുപോലെ ഇതര വിശ്വാസികളും ഇതര മതവിശ്വാസികളെയും നമ്മൾ ചേർത്ത് പിടിച്ച് ജീവിക്കേണ്ടതാണ്. അതാണ് നമ്മുടെ ഇബാദത്തും നമ്മുടെ കാര്യവും എല്ലാം അല്ലാഹു പറഞ്ഞതുപോലെ ചെയ്യേണ്ടതാണ്. അതുകൊണ്ടാണ് ഇദ്ദേഹം ഈ റഹ്മത്തുള്ള കാസിമി ഇത്രയും രോഷാഗ്നിയായി ഇദ്ദേഹം പറയുന്ന ഓരോ കാര്യങ്ങൾ സമസ്തക്ക് എതിരെ, സമസ്തയുടെ പണ്ഡിതന്മാർക്ക് എതിരെ ഇദ്ദേഹം പറയുകയെ തന്നെ ചെയ്യുമെന്ന് പറഞ്ഞ് കച്ചകെട്ടി ഇറങ്ങിയിരിക്കുകയാണ്. പറഞ്ഞ് അവസാനം ഇദ്ദേഹം നിരീശ്വരവാദിയായതായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ഇദ്ദേഹം പറഞ്ഞു. മഹദി ഇമാമിൻ്റെ കാര്യത്തിലും അതുപോലെ മദീനത്തെ കാര്യത്തിലും, മദീന ഇവിടെ വരണമെന്ന് പറഞ്ഞു, നമ്മളവിടെ പോകേണ്ട ആവശ്യമില്ല. ഇതെല്ലാം ഒരു നിരീശ്വരവാദിത്വത്തിലേക്ക് അടുക്കുന്ന ഒരു ശൈലിയാണ്. അദ്ദേഹം നമ്മുടെ സമസ്തയുടെ ആലിമീങ്ങളെ പറയുന്നത് വഹാബിസത്തിലേക്ക് അടുക്കുന്നത് എന്ന് പറയുമ്പോൾ നമ്മൾ ഇദ്ദേഹത്തെ പറയേണ്ടത് നിരീശ്വരവാദിത്വത്തിലേക്ക് അദ്ദേഹം അടുക്കുന്നു. 90% അദ്ദേഹം അടുത്ത് കഴിഞ്ഞു. ഏതായാലും നമ്മുടെ സമസ്തയുടെ
പണ്ഡിതന്മാർ ചെയ്യുന്നത് ശരിയാണ്. അവരെല്ലാം ചെയ്യുന്നത് അള്ളാഹുവിൻ്റെ കാര്യത്തിലാണ് പ്രഭാഷണം നടത്തുന്നത്. ഖുർആനും ഹദീസുമാണ് പറയുന്നത്. പിന്നെ ഔലിയാക്കന്മാരെ എവിടെയും പുച്ഛിക്കുന്നില്ല, എവിടെയും നിസ്സാരപ്പെടുത്തുന്നില്ല. എല്ലാ രീതിയിലും ബഹുമാനവും ആദരവും ഉണ്ടെങ്കിലും ചില്ലറ കറാമത്തുകൾ പറഞ്ഞവർ നടക്കാറില്ല എന്ന് മാത്രമേ ഉള്ളൂ. അതുകൊണ്ട് നമുക്കിവിടെ ഇദ്ദേഹം പറഞ്ഞ കാര്യത്തിൽ മനസ്സിലാക്കേണ്ടത്, ഇദ്ദേഹം നിരീശ്വരവാദിയായി ആ ഭാഗത്തേക്ക് അടുക്കുന്നു എന്നാണ് മനസ്സിലാകുന്നത്. ഇത് ഒരു വാചകമല്ല, അന്ന് മുതൽ ഇന്ന് വരെ അദ്ദേഹം പറഞ്ഞു കൊണ്ടുവന്ന കാര്യത്തിലാണ് ഞാൻ പറഞ്ഞത്. ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.